ശ്രീ തിരുവഞ്ചൂർ, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം ഇഡിയുടെയും SITയുടെയും ഉൾപ്പെടെ നിർണായക പരിശോധനയാണ്. അതിൽ ഈ വ്യാപകമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ 21ഓളം കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഇടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട ഇടങ്ങളെല്ലാം തന്നെ ഇഡിയുടെ പക്കലുണ്ട്. ശരിക്കും കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് ഉൾപ്പെടെ വന്ന വിവരങ്ങൾ അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ മുന്നിലേക്കില്ലേ? അതിലേക്കെല്ലാം ഈ പരിശോധനകളൊക്കെ നിർണായകമാകുമോ? എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? സ്വാഭാവികമായിട്ട് ഇത് നിർണായകമായേ മതിയാകും. കാരണം ഭക്തജനങ്ങളും കേരള ജനസമൂഹവും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസായിട്ട് എടുത്തിരിക്കുകയാണ്. അവർ ഏത് രൂപത്തിലാണ് ഗവൺമെന്റ് സമീപിക്കുന്നത്, ഏത് രൂപത്തിലാണ് ED സമീപിക്കുന്നത്, ഇതൊക്കെ കേരളത്തിലെ ജനസമൂഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നിർണായകമായ സംഭവത്തിൽ ഗവൺമെന്റ് പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇതിന്റെ കസ്റ്റോഡിയൻ ആരാണ് ഇതിന്റെ പ്രാഥമിക സംരക്ഷണം കൊടുക്കുവാനുള്ള പ്രാഥമികമായ ബാധ്യത? ആ ബാധ്യത നിറവേറ്റുന്ന കാര്യത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധന കൂടെ നടത്തണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുണ്ടെങ്കിൽ മാത്രമേ ഈ കൊള്ളക്കാരെ കൈയോടെ പിടിക്കാൻ പറ്റൂ. അതാരായാലും ശരി, അവരുടെ മുഖത്തിന് നേരെ വിരൽ ചൂണ്ടാൻ പൊതുസമൂഹത്തിന് കഴിയും.